നമസ്കാരം. ഒരു വീഡിയോ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. അതിലൊരു സ്ത്രീ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഹിന്ദിയിലാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു രത്നച്ചുരുക്കം ഞാൻ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചതിന് ശേഷം പറയാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. वो काबिलियत देख रहे हैं भाजपा, हिंदू मुसलमान नहीं देख रहा। ये लोग समझ ही नहीं रहे। जाहिल बंदा खड़ा होकर कहेगा हमारे लिए क्या किया। अबे तू पढ़ा लिखा नहीं है, फिर भी तेरे लिए लोन है, जा जाकर कहीं जाके पता तो कर ले। 20,000 के लोन से 10,000 का व्यापार शुरू कर ले। लेकिन नहीं, वो ये नहीं सोच रहा। वो ये सोच रहा है इसको बड़ी नौकरी मिली है, इसने पैसे खिलाए होंगे। नहीं, उसने वक्त दिया। योगी जी का एक ही कहना है, बेटी चाहे हिंदू हो चाहे मुस्लिम हो, बेटी बेटी होती है और बेटी पूरे गांव की बेटी होती है। കണ്ടല്ലോ വീഡിയോ. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഹിന്ദി അറിയാവുന്നവർക്ക് മനസ്സിലായി കാണും. എന്നാലും ഒരു രത്നച്ചുരുക്കം ഞാൻ പറയാം. അവർ പറയുന്നത് BJP ഒരിക്കലും ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. അവർ ആളുകൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമതലകൾ ഏൽപ്പിക്കുന്നതോ അവർ കഴിവ് മാത്രമേ നോക്കാറുള്ളൂ. തന്നെയുമല്ല, ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കൾ ഞങ്ങൾക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്തു എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അവരോട് എനിക്ക് തിരിച്ചു പറയാനുള്ളത്, നിങ്ങൾ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സർക്കാർ ജോലിയൊന്നും കിട്ടാനുള്ള സാധ്യതയുമില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം മുദ്രാ ലോൺ പോലുള്ള നിരവധി പദ്ധതികൾ നാട്ടിലുണ്ട്. അവയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യാപാരം ചെയ്യാനുള്ള, വ്യാപാരം എന്ന് അതിൻ്റെ അകത്ത് പറയുന്നത് ചെറിയ ചെറിയ കടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ ഒക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ട്. അത് നിങ്ങൾക്കും ലഭിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. ഇനി സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പറയുന്നത്, അത് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ പദ്ധതികളെക്കുറിച്ചാണ് പറയുന്നത്. യോഗി ആദിത്യനാഥിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, മകൾ അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാവരുടെയും മകളാണ്, ഒരു ഗ്രാമത്തിൻ്റെ തന്നെ മകളാണ്. അങ്ങനെ വേണം സ്ത്രീ സുരക്ഷയെ കാണാൻ. ഇത്രയുമാണ് ആ ചെറിയ വീഡിയോയിൽ അവർ പറയുന്ന കാര്യത്തിൻ്റെ സാരാംശം. ഈ വീഡിയോ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചത് പലപ്പോഴും BJPയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ BJP എങ്ങനെയാണ് മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള പല പ്രചരണങ്ങളും നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും, പ്രത്യേകിച്ച് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും വ്യാപകമായി നടക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. അവർ മുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് തല്ലും, കൊല്ലും, ജയ് ശ്രീറാം വിളിക്കാൻ പറയും. മുസ്ലിം സ്ത്രീകൾക്ക് സുരക്ഷയില്ല, അവരെ പർദ്ദയിടുവാൻ അനുവദിക്കില്ല, അത് വലിച്ചൂരും, ബഹളമുണ്ടാക്കും, പള്ളികളെ ആക്രമിക്കും. ശരിയാണ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. അക്രമങ്ങൾ ആദ്യം അവർ തുടങ്ങി വയ്ക്കുന്ന ഇടങ്ങളിൽ. സബർമതി എക്സ്പ്രസ്സിന് നേരെ ഉണ്ടായ ഇസ്ലാമിക ഭീകരവാദത്തിന് ശേഷം ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗോദ്ര സബർമതി എക്സ്പ്രസ്സിനെ ആക്രമിച്ച ക്രിയ, അതിനുള്ള പ്രതിക്രിയയായിരുന്നു ഗുജറാത്ത് കലാപം. ക്രിയയുണ്ടാകരുത്, ക്രിയയുണ്ടായില്ലെങ്കിൽ പ്രതിക്രിയ ഉണ്ടാകില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ചിലപ്പോൾ അരങ്ങേറാറുണ്ട്. കന്നുകാലി മോഷണം നടക്കുന്നിടത്ത്, കന്നുകാലി കള്ളക്കടത്ത് വ്യാപകമായി നടക്കുന്നിടത്ത് ഗോരക്ഷാ പ്രവർത്തകരുണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ പരിധി വിട്ട് പോകാറുമുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ. പക്ഷേ അല്ലാത്തിടങ്ങളിൽ ഇതാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ അവസ്ഥ, പൊതുവായിട്ടുള്ള അവസ്ഥ. കാരണം യോഗി സർക്കാരിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഹിന്ദുക്കളെ മാത്രം ഉദ്ധരിക്കുക എന്നുള്ളതല്ല, ഭാരതീയരെ ഒരു ഒറ്റ സമൂഹം എന്നുള്ള നിലയിൽ ഉദ്ധരിക്കുക എന്നുള്ളതാണ്. ഭാരതീയരെ ഒറ്റ സമൂഹമായിട്ട് എങ്ങനെ കാണും? അത് കാണുക തന്നെ വേണം. കാരണം അക്കാര്യത്തിൽ BJPയുടെ ഒരു രീതി വളരെ നല്ലൊരു രീതിയാണ്. പലപ്പോഴും BJPയെ പിന്തുണയ്ക്കുന്ന RSSകാരോ BJPക്കാരോ അല്ലാത്ത അനുഭാവികൾക്ക് കുറച്ചുകൂടി ഒരു തീവ്രതാ മനോഭാവം, ഈ കാലാകാലങ്ങളായി സെമിറ്റിക് മതങ്ങളുമായി വാദിച്ചും തർക്കിച്ചും അവരോട് ആശയപരമായി പൊരുതിയും ഒരു സെമിറ്റിക് മതത്തിൻ്റെ തന്നെ ഭാവം കൈവന്നിട്ടുള്ള കുറച്ച് അനുഭാവികളുണ്ട്. അവരെ ഞാൻ കുറ്റം പറയുകയല്ല, അത്തരത്തിലുള്ളൊരു തീവ്രത. കാരണം പലപ്പോഴും നിങ്ങളൊരു വലിയ ശത്രുവിനോട് പൊരുതുമ്പോൾ കാലാന്തരത്തിൽ നിങ്ങൾ ആ ശത്രുവിൻ്റെ കുറേ സ്വഭാവങ്ങൾ സ്വാംശീകരിച്ച് ഉൾക്കൊള്ളും. അതൊരു പ്രകൃതി നിയമമാണ്. അത്തരത്തിലായിപ്പോയിട്ടുള്ള ചിലർ പറയുന്നത് ഇവരെയൊക്കെ ഒഴിവാക്കി വിടണം, അല്ലെങ്കിൽ ഇതിനെ നിരോധിക്കണം, അങ്ങനെയുള്ളൊരു തീവ്ര ചിന്താഗതിക്കാരുണ്ട്. അതിൽ കുറേ ശരികളുമുണ്ട്, ഒരുപാട് തെറ്റുകളുമുണ്ട്. പക്ഷേ BJPയുടെ ആത്യന്തികമായിട്ട് BJPയുടെ നേതാക്കൾ, നരേന്ദ്രമോദി ആകട്ടെ, യോഗി ആദിത്യനാഥ് ആകട്ടെ, ഇനി വരുവാനുള്ള പല യുവ നേതാക്കളാവട്ടെ, അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് RSSൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഭാരതീയ സമൂഹത്തെ ഒന്നാകെ ഉദ്ധരിച്ച് കൊണ്ടുവന്നാലേ പരമവൈഭവം എന്നുള്ളൊരു സ്വപ്നം നമ്മുടെ രാഷ്ട്രത്തിന് സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഭാരതീയ സമൂഹത്തിൽ ഈ മുസൽമാന്മാരും ഉൾപ്പെടുന്നുണ്ട്. ഈ തുർക്കി മുസൽമാന്മാരും അറബി മുസൽമാന്മാരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഭാരതീയ സമൂഹത്തിൽ ജനിച്ച് ജീവിച്ച് ഇവിടെ വളർന്ന സനാതനികളായിട്ടുള്ള മുസൽമാന്മാരോ എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും ഒരു അസ്വസ്ഥത തോന്നാം. അവർ സനാതനിമാർ തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, ഈ ഒരു സമൂഹം, ഇന്നത്തെ സമൂഹം ഈ നിലയിലാകുന്നതിന് മുൻപ് ഒരു
200 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെയൊക്കെ പൂർവികർ സനാതനികൾ തന്നെയായിരുന്നു, സനാതനധർമ്മത്തെ പിന്തുടർന്നവരായിരുന്നു. പക്ഷെ അവർക്കൊരു മനസ്ഥൈര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് വാള് കണ്ടപ്പോൾ മതം മാറാൻ അവർ നിർബന്ധിതരായത്. കാലാന്തരത്തിൽ അവരുടെ മതം പരിവർത്തനം ചെയ്യപ്പെട്ടതുപോലെ തന്നെ മനസ്സും പരിവർത്തനം ചെയ്യപ്പെട്ടു. ആ പരിവർത്തനം തലമുറകളായി പകർന്നു വരുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നം സമൂഹത്തിലുണ്ട്. തന്നെയുമല്ല, ഈ സെമറ്റിക് മതത്തിൻ്റെ എല്ലാ തീവ്രതയും തീക്ഷ്ണതയും കുഴപ്പങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മതം അവരെ കാലാകാലങ്ങളായി പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മറ്റ് മതങ്ങളെല്ലാം നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എല്ലാത്തിനെയും സ്വീകരിച്ച് സമഭാവനയിൽ ആദരിക്കണം, അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കണം. നിങ്ങൾ ആദരിക്കേണ്ട കാര്യമില്ല, അതിനെ വന്ദിക്കേണ്ട കാര്യമില്ല, പക്ഷെ ബഹുമാനിക്കണം, അതിനെ നിന്ദിക്കാതെ ഉൾക്കൊള്ളണം എന്നുള്ള സനാതന സംസ്കാരം അവർ മറന്നുപോയിരിക്കുന്നു. പകരം 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗോത്രവർഗ സ്വഭാവത്തിലുള്ള മതചിന്തകളാണ് അവരുടെ ഉള്ളിലുള്ളത്. അതിനെ മാറ്റിയെടുക്കുവാൻ സനാതനധർമ്മത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം കാലങ്ങളായി ഭാരതം തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ അധിനിവേശ സംസ്കാരത്തിലൂടെ വന്നിട്ടുള്ള സെമിറ്റിക് മതങ്ങളെയെല്ലാം കൊണ്ട് തന്നെ പൈതൃകം, നമ്മുടെ പൈതൃകം, ഈ മതങ്ങൾ ഏതൊക്കെ തരത്തിൽ, അത് ബൗദ്ധികമായിട്ടും ആയുധം കൊണ്ടുമൊക്കെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടും തലയുയർത്തി നിലനിൽക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ബലമേറിയ അടിത്തറ ഉള്ളത് കൊണ്ടാണ് എന്ന് കാലത്തിലൂടെ ഭാരതം തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ തെളിയിക്കലിലൂടെ തന്നെ ഭാരതം മറ്റൊരു കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഈ സെമിറ്റിക് മതങ്ങളുടെ അധിനിവേശ സ്വഭാവത്തിനെ, അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത് അവരെ ഉൾക്കൊണ്ട് ഈ സംസ്കൃതിയിലേക്ക്, അവരിലും ബലമുള്ള അടിത്തറയുള്ള, അവരെക്കാൾ ഒരുപാട് ബലമുള്ള അടിത്തറയുള്ള ഈ സംസ്കാരത്തിലേക്ക് അവരെ സ്വാംശീകരിച്ചെടുത്ത് ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാകുക, സനാതനി മുസൽമാന്മാരാക്കുക, ഭാരതീയരായ മുസൽമാന്മാരാക്കുക. ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തീവ്ര ചിന്താഗതിക്കാർക്ക്, സെമിറ്റിക് മതങ്ങളുമായി കാലാകാലങ്ങളായി ആശയപരമായി പൊരുതി അവരുടെ ഗുണാംശങ്ങൾ കുറേയൊക്കെ ഉൾക്കൊണ്ടുപോയ ആൾക്കാർക്ക് അത്ര രുചിക്കില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവരിലുള്ള നിങ്ങൾ കാണുന്ന തിന്മകൾ ഒരു വശത്തേക്ക് മാറ്റിവെക്കൂ, ഒരു നിമിഷത്തേക്ക് മറക്കൂ. നന്മകളുടെ ഒരംശം ഞാൻ പറയാം. അധികം നന്മകളൊന്നും കാണുവാൻ നമുക്ക് സാധിക്കില്ലായിരിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുടെ ആശയത്തോട് പുലർത്തുന്ന വിശ്വാസ്യത, അതിനു വേണ്ടിയിട്ട് അവർ അനുഭവിക്കാൻ തയ്യാറാകുന്ന കഷ്ടതകൾ, ഒരു സമൂഹമായിട്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, സമൂഹമായിട്ട് സംഘടിതമായിട്ട് നിൽക്കുമ്പോഴാണ് അവർ പലപ്പോഴും ധൈര്യം പ്രകടിപ്പിക്കുന്നത്. അല്ലാത്തപ്പോൾ അവർക്കൊരു ഭീരുത്വം അവരുടെ ഒരു പൊതു സ്വഭാവമാണ്. പക്ഷേ ഈ സംഘടിതമായി നിൽക്കുമ്പോൾ അവരുടെ ആശയത്തിന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഒരു ധൈര്യം, അല്ലെങ്കിൽ അതിനോട് പുലർത്തുന്ന ഒരു വിശ്വാസ്യത, ഇതൊരു നല്ല ഗുണമായി കാണൂ. ഇനി അവർ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തെ നമ്മുടെ ഭാരതം എന്ന രാഷ്ട്രത്തോടുള്ള സ്നേഹമായി, ദേശീയതയെ കൊണ്ട് റീപ്ലേസ് ചെയ്യൂ. അതായത് അവരുടെ വിശ്വാസം അതിലേക്ക് മാറ്റൂ, ദേശീയതയിലേക്ക് മാറ്റൂ, ദേശസ്നേഹത്തിലേക്ക് മാറ്റൂ. കാലങ്ങളെടുത്തേക്കാം, ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞേക്കാം, യോഗിയുടെ കാലം കഴിഞ്ഞേക്കാം, എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ മക്കളുടെയും കാലം കഴിഞ്ഞേക്കാം. ആ കാലക്രമത്തിൽ അത്തരത്തിലൊരു സമൂഹം രൂപപ്പെട്ടു വന്നാൽ അവരുടെ ഇടയിൽ നിന്ന് ആ ദേശീയതയോട് പുലർത്തുന്ന വിശ്വാസ്യത എത്ര വലുതായിരിക്കും, എത്ര ബലമുള്ളതായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. അത് സാധിക്കില്ല, ആശയങ്ങൾ കൊണ്ട് സാധിക്കും. കാരണം ഭാരതം തെളിയിച്ചിട്ടുള്ളതല്ലേ അത്. ഇത്തരത്തിൽ ഇവരെ സ്വാംശീകരിച്ചെടുത്ത് അതിലൂടെ നമ്മുടെ പൈതൃകം നശിക്കാതെ സൂക്ഷിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെട്ടിടങ്ങൾ, അമ്പലങ്ങൾ, ഗ്രന്ഥശാലകൾ, ഇവയെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സംസ്കാരം നശിച്ചു പോയോ? ഇല്ല. സംസ്കാരം നശിക്കുവാനുള്ള പല സൂചനകളും കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള, ഈ സംസ്കാരം ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് ജീവിതം നയിക്കുന്നു എന്ന് ഭാവിക്കുന്ന പലരുടെയും ഉള്ളിലുള്ള പുഴുക്കുത്തുകൾ കാരണമാണ്. അതിനും മാറ്റങ്ങളുണ്ടാകും. പക്ഷേ ഇവരെ ഒന്ന് മാറ്റിയെടുക്കുവാൻ സാധിച്ചാൽ ഭാരതം എന്ന രാഷ്ട്രത്തിന് അനുഭവവേദ്യമായ, ഉപയോഗപ്രദമായ ഏറ്റവും വലിയൊരു സമ്പത്തായിരിക്കും ഈ സമൂഹം. ഭാരതത്തിൻ്റെ ഒരു, എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു സ്വത്താണെന്ന് പറയില്ലേ, അസറ്റാണെന്ന് പറയില്ലേ, ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്തുക്കളിൽ ഒന്നായി ഈ സമൂഹം മാറിയേക്കാം ഇത്തരത്തിൽ അവരെ സ്വാംശീകരിച്ചെടുക്കുവാൻ സാധിച്ചാൽ. കാരണം ഈ അധിനിവേശ മതങ്ങളുടെ സ്വാധീനം കൃത്യമായിട്ടുള്ള ആശയസംവാദത്തിലൂടെയും അവരുടെ വിദ്യാഭ്യാസത്തെ കൃത്യമായിട്ടുള്ള രീതിയിൽ വഴിതിരിച്ചു വിടുന്നതിലൂടെയും നമുക്ക് കുറച്ചു കൊണ്ടുവരുവാനും പൂർണ്ണമായി ഇല്ലാതാക്കുവാനും സാധിക്കും. കാരണം സനാതനധർമ്മത്തിൻ്റെ, അല്ലെങ്കിൽ ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ ഒരു തത്വം അവരുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസ്യത അതിലേക്ക് മാറും. തലമുറകൾ എടുത്തേക്കാം, പക്ഷേ അത് മാറിയാൽ ആ സമൂഹത്തെ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഭാരതത്തിന് സ്വത്തായി മാറുന്ന മറ്റൊരു സമൂഹം ഉണ്ടായില്ലെന്ന് തന്നെ വരും. അവരായിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത് ഭാരതത്തിൻ്റെ ദേശീയതയെ പ്രതിരോധിക്കുവാനും ദേശീയതയെ വളർത്തുവാനും.
കാരണം അവരുടെ വിശ്വാസം അതാണ്. ആ വിശ്വാസത്തോടുള്ള അവരുടെ വിശ്വാസ്യത അത് അന്ധമായ വിശ്വാസമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സനാതനധർമ്മം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരം അന്ധമായൊരു വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് അവർ വളർന്നു വന്നാൽ ഗുണകരമായൊരു മാറ്റമായിരിക്കും അത്. അതിനുള്ളൊരു പ്രയത്നമാണ് കാലാകാലങ്ങളായി BJPയും RSSും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് കുറച്ച് മുമ്പേ പ്രേക്ഷകർ കണ്ട, പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെച്ച ആ വീഡിയോയിലെ ആ സ്ത്രീ ആരാണ്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആരാണെന്ന് മനസ്സിലായതിനു ശേഷം അതിൻ്റെ ഒരു ഫാക്ട് ചെക്കേഴ്സ് അതിൽ നിന്ന് മാറി. അതുകൊണ്ട് തന്നെ ആ ഒരു രസം നമുക്കും അനുഭവിക്കാനായി ഇപ്പോൾ ആ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. വരട്ടെ, അത്തരത്തിലുള്ളൊരു തർക്കങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാം. ആരാണെന്ന് അവരൊരു സാധാരണക്കാരിയാണ്, ഉത്തർപ്രദേശിലൊരു സാധാരണക്കാരിയായൊരു മുസ്ലിം സ്ത്രീയാണ്. പക്ഷേ മറ്റു തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അത് BJPക്കാർ വേഷം കെട്ടിക്കൊണ്ടുവച്ച് നിർത്തിയതാണ് ക്യാമറയ്ക്ക് മുമ്പിൽ, RSSകാർ വേഷം കെട്ടിക്കൊണ്ട് നിർത്തിയതാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇടയ്ക്ക് വന്നിരുന്നു. ഉത്തരേന്ത്യയിലൊക്കെ ചില ഫാക്ട് ചെക്കേഴ്സ് ഒന്ന് ഇറങ്ങി ഫാക്ട് ചെക്ക് ചെയ്യുവാനും ശ്രമിച്ചിരുന്നു, പരാജയപ്പെട്ടു പോയി. ഇവിടെയും അങ്ങനെ ചില രസങ്ങൾ നടക്കട്ടെ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാനാണ്, ഈ വിഷയത്തിലുള്ള എൻ്റെ ഒരു അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കുവാനാണ് തുടക്കത്തിൽ ഞാൻ ആ വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചത്. ആ വീഡിയോയെക്കുറിച്ചും എൻ്റെ ഈ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.